നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിയെ വിനോദയാത്രയ്ക്കിടെ മർദ്ദിച്ചതായി പരാതി. നെയ്യാറ്റിൻകര നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ബസിൽ കളിക്കുന്നതിനിടെ ഉണ്ടായ വാക്കേറ്റത്തിനിടെയാണ് മറ്റൊരു കുട്ടി മർദ്ദിച്ചത്. എൻ്റെ മോൻ നെല്ലിമൂട് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അവിടെ നിന്ന് രാവിലെ ടൂറിന് വിട്ടതാണ്. ടൂറിന് വിട്ടപ്പോൾ ടൂർ ബസ്സിൽ വെച്ച് എൻ്റെ മോനെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ എടുത്തിട്ട് മർദ്ദിക്കുകയും അതിനെ തുടർന്ന് അവശനാവുകയും എൻ്റെ മോനെ ഞാൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു. അവിടെ തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. സംഭവിച്ച പോലെ സ്കൂളിൽ നിന്ന് ഇനി ടൂർ പോകുന്ന പിള്ളേരെ ഉത്തരവാദിത്തമായിട്ട് സാറന്മാർ സുരക്ഷിതമായിട്ട് വീട്ടിൽ ആക്കുകയും ഉത്തരവാദിത്തം ഇതും വേണം. എൻ്റെ മോൻ സംഭവിച്ച പോലെ ഇനി ഒരു കൊച്ചിനും സംഭവിക്കാതിരിക്കണം. ഞാൻ ചെന്നപ്പോൾ ടീച്ചർമാർ വേറെ ഒരു നടപടി എടുക്കുകയില്ല, അത് കയ്യിൽ കൊണ്ടതാണ്, സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ മോൻ്റെ മുഖത്ത് ഐസ് വെച്ച് ആ മുറിവ് തണുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ വേറെ ഒരു നടപടിയും സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി സ്വാന്തന ചേരുന്നു. സ്വാന്തന, എന്തിനാണ് ഈ കുട്ടിയെ മർദ്ദിച്ചത്? ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? പോലീസിൽ പരാതി നൽകിയോ? അതിര ഇന്ന് രാവിലെയാണ്, ഇന്ന് പകലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര നെല്ലിമൂട് ന്യൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥിയായിരുന്നു ഈ 13-കാരനായ ഭിന്നശേഷി കുട്ടിക്കാണ് മർദ്ദനം ഏറ്റിരിക്കുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടെ തന്നെയുള്ള ഈ ഭിന്നശേഷിക്കാരായ ഏതാണ്ട് ഒരു 15ഓളം കുട്ടികളെയാണ് ഇന്ന് BRCയുടെ നേതൃത്വത്തിൽ ടൂർ കൊണ്ടുപോയിരുന്നത്. അത് നഗരത്തിൽ തന്നെയുള്ള ചില പ്രദേശങ്ങൾ കാണിക്കുവാൻ വേണ്ടി ഒരു 1 ഡേ ടൂർ ആയിരുന്നു. ഈ ടൂറിനിടയിൽ ബസ്സിൽ വെച്ചാണ് ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നത്. അത് ഈ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരും തന്നെയല്ല, മറ്റേ അധ്യാപകർക്കൊപ്പം വന്ന ഏതോ ഒരു കുട്ടിയാണ് മർദ്ദിച്ചത് എന്നാണ് ഈ 13-കാരൻ ഇപ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ മാതാപിതാക്കൾക്കും ഒരു വ്യക്തതയില്ല. നിലവിൽ ഈ ഇത്തരത്തിലൊരു മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ആതിര ചോദിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകര പോലീസിലും അതുപോലെ തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ 13-കാരന്റെ മുഖത്തും അതുപോലെ തന്നെ വലത് കണ്ണിനുമാണ് സാരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് ഇവർ ഈ ടൂർ പോയതിനു ശേഷം ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നും അധ്യാപകരെ വിളിക്കുകയുണ്ടായി. സാധാരണ പോലെ വിളിച്ചതാണ്, എവിടെ എത്തി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ മുഖത്ത് മറ്റൊരു കുട്ടിയുടെ കൈ കൊണ്ട് എന്ന് പറഞ്ഞത്. പിന്നീടാണ് അത് മർദ്ദനമാണ് എന്ന് കുടുംബത്തിന് മനസ്സിലാകുന്നത്. അങ്ങനെ അവരെത്തി നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു.